എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നു മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ സംശയങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കും. ഈ മാസം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. കഴിഞ്ഞ മാസം ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപയുടെ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച് തുടങ്ങിയിരുന്നു. ഈ മാസവും അത് തുടർന്നും ലഭിക്കുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഒരു 1000 രൂപ ലഭിക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് 35 മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത BPL കുടുംബത്തിലെ, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഈ ജനുവരി മാസത്തിൽ ഇത് വിതരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് ഉണ്ടായില്ല. ഫെബ്രുവരിയിൽ അത് ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാസം മുമ്പെങ്കിലും അതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല എങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും, വലിയ പ്രചരണം ആയുധമാകും. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ, എന്തെല്ലാം രേഖകൾ വേണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. ഇവ 4 ലഭ്യമല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന സാക്ഷ്യപത്രം വയസ്സ് തെളിയിക്കുന്നതിന് നൽകിയാൽ മതി. ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം. IFSC കോഡ് ഉൾപ്പെടെയുള്ളവ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. ഒരു ഫോട്ടോ വേണം. പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും വേണം. ഇതൊക്കെ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത്. പെൻഷൻ ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് ഉണ്ടാകും. പിന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക. അതുകൊണ്ട് തന്നെ KYC നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പല ആളുകളും അക്കൗണ്ട് എടുത്ത് പിന്നെ കുറെ കാലം ബാങ്കിലേക്ക് ചെല്ലാത്ത ആളുകളുണ്ടാവും. ആ ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കുക. ഇനി അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു വിതരണം ഉടനെ ഉണ്ടാകും. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് എങ്കിലും നീല, വെള്ള റേഷൻ കാർഡിലേക്ക് ഇതിൽ ഉൾപ്പെടാനുള്ള ഒരു വിദൂര സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ആദ്യം കാർഡ് BPL ആക്കുക എന്നതാണ്. ഇപ്പോൾ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത, അതായത് BPL റേഷൻ കാർഡിന് അർഹതയുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓൺലൈനായിട്ട് BPL റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാം. ഈ മാസം, അതായത് 2026 ഫെബ്രുവരി 13-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക. ഒരുപാട് ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അർഹരായിട്ടുള്ള അപേക്ഷകൾ തീർച്ചയായിട്ടും പരിഗണിക്കുകയും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യും. ആ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടിയാൽ അതിൽ ഉള്ള 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക്, ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.